അടുക്കുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒട്ടും കുറവുണ്ടാവാറില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ മാധ്യമങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. ഇത്രയധികം ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ തീരുമാനം സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതാണോ, അതോ മുന്നറിയിപ്പില്ലാതെ തുടങ്ങിയ ഒരു നടപടിയാണോ? എന്താണ് SIR? രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയാണ്. മാധ്യമങ്ങൾ ഇത്രയേറെ ചർച്ച ചെയ്യണമെങ്കിൽ, പ്രതിപക്ഷ പാർട്ടികൾ ഇത്രമാത്രം എതിർക്കണമെങ്കിൽ SIR എന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു പുത്തൻ അധ്യായമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പരിഷ്കരണം. വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ടേഴ്സ് ലിസ്റ്റിൽ ആവശ്യമായ ഭേദഗതി വരുത്തലുമെല്ലാം ഇതിനു മുൻപും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നുമില്ലാത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇപ്പോഴെന്താണ് കാരണം? അതോ SIR നടക്കുന്നത് ഇത് ആദ്യമായാണോ? 2002 ഇതിനു മുൻപ് SIR നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് SIR നടപ്പിലാക്കുന്നത്. ഇരട്ട വോട്ട് തടയൽ, കള്ളവോട്ട് തടയൽ, മരണപ്പെട്ടവരുടെ വോട്ട് ഒഴിവാക്കൽ, സ്ഥലം മാറിപ്പോയവർ, പ്രവാസികൾ എന്നിവരുടെ വോട്ട് ഒഴിവാക്കൽ തുടങ്ങി എലിജിബിൾ അല്ലാത്ത മൊത്തം ആളുകളുടെയും വോട്ട് ഒഴിവാക്കി ഒരു പുതിയ വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കുക. സ്ഥലം മാറിപ്പോയവർ, പ്രവാസികൾ എന്നിവരുടെ വോട്ട് ഒഴിവാക്കൽ തുടങ്ങി എലിജിബിൾ അല്ലാത്ത മൊത്തം ആളുകളുടെയും വോട്ട് ഒഴിവാക്കി വോട്ടർ പട്ടിക ലിസ്റ്റ് പുതുക്കുക. കേൾക്കുമ്പോൾ ജനകീയമായ സുതാര്യമായ ഒരു പ്രവൃത്തി. എന്നാൽ ബീഹാറിൽ നടപ്പിലാക്കിയ SIRന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവായത് 65 ലക്ഷം ആളുകളാണ്. അവിടെയാണ് ആശങ്ക ജനിക്കുന്നത്. 2002 ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഗണിക്കാതെ 2002 വോട്ടർ പട്ടിക താരതമ്യത്തിന് വിധേയമാക്കുന്നതും പ്രതിപക്ഷ പ്രതിഷേധത്തിന് പ്രധാന കാരണമാണ്. ഏകദേശം 23 വർഷത്തെ താരതമ്യ പഠനം. ഇനി SIR എങ്ങനെയാണ് നടപ്പിലാകുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ നേരിട്ടെത്തും. തുടർന്ന് ആളുകളുടെ എല്ലാ വിവരങ്ങളും നേരിട്ടെത്തി സ്വീകരിക്കും. വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ അപേക്ഷയ്ക്ക് ക്ഷണിക്കും. തുടർന്ന് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ പരാതി നൽകാൻ സമയപരിധിയും അനുവദിക്കും. തുടർന്ന് മാത്രമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 2002 പട്ടികയിൽ പേരില്ല, മറിച്ച് അതിനുശേഷമുള്ള പട്ടികയിലാണ് പേരെങ്കിലും അവരുടെ തിരിച്ചറിയൽ രേഖ നൽകണം. 2025 വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ പോലും കാര്യമില്ല. രേഖകൾ നൽകി വോട്ടവകാശം ഉറപ്പിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വോട്ടവകാശം പോലും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഇനി പുതുതായി പേര് ചേർക്കുന്നവരാണെങ്കിലും രേഖകൾ സമർപ്പിക്കണം. അതായത് ഈ രണ്ട് കൂട്ടരും ചെയ്യേണ്ടത് ഏതാണ്ട് ഒരേ നടപടികൾ തന്നെ. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നു, ആവശ്യമായ ഭേദഗതി വരുത്തുന്നു എന്നൊക്കെ പറയുമെങ്കിലും 23 വർഷത്തെ ഗ്യാപ്പിൽ ഒരു താരതമ്യത്തിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നിരവധിയാണ്. കഴിഞ്ഞ 23 വർഷമായി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവർ വീണ്ടും രേഖകൾ നൽകി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം എന്നതിനെയാണ് പ്രതിപക്ഷം പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. അർഹതയുള്ള ആരും ഒഴിവാകില്ലെന്നും അനർഹർ മാത്രമാണ് പുറത്താവുക എന്ന് അധികൃതർ ഉറപ്പ് നൽകുമ്പോഴും ബീഹാറിൽ 65 ലക്ഷത്തോളം പേർ പുറത്തായത് ചെറിയൊരു കാര്യമല്ല. 2002 പട്ടിക പ്രകാരം 2,24,00,000 കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം. 2025 കണക്ക് പരിശോധിക്കുമ്പോൾ അത് വോട്ടർമാരുടെ എണ്ണം 2,78,00,000. അതായത് കൂടിയ വോട്ടർമാരുടെ എണ്ണം 54 ലക്ഷം. ഈ 54 ലക്ഷത്തിന് പുറമെ പിന്നെയും ഉണ്ടാകും നിരവധി പേർ. 2026 ജനുവരിക്കകം SIR നടപടി പൂർത്തീകരിക്കണമെന്ന് പറയുമ്പോൾ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രേഖകൾ നൽകി വോട്ടവകാശം ഉറപ്പിക്കാൻ സാധിക്കുമോ എന്ന കാര്യവും സംശയമാണ്. എന്നാൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും SIRനെ കണ്ണടച്ചെതിർക്കേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ. എതിർപ്പ് നിലനിർത്തി തന്നെ സഹകരിക്കാനാണ് പ്രധാന പാർട്ടികളുടെ എല്ലാം തീരുമാനം. ഏറ്റവും ഒടുവിലായി തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ കേരളത്തിലെ SIR നീട്ടിവെക്കണമെന്ന ആവശ്യം ഉയരുമ്പോഴും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആശങ്കകൾ ഒഴിയുന്നില്ല എന്നത് വ്യക്തമാണ്.